ഈ ഉമ്മത്തിലാരും പിഴച്ചു പോകാൻ പാടില്ല. ആയത്തോതി അയൽവാസിക്കെതിരെ ശിർക്കാരോപിക്കുന്ന കക്ഷികൾ വന്നേക്കാ. ഖുർആനിന്റെ ആയത്തുകൾ ഇങ്ങനെ വൈദഗ്ധ്യത്തോടെ കോട്ടിമാട്ടി പല വിവരക്കേടും പറയുന്നവർ വന്നേക്കാ. അത് കാലക്കൂട്ടി കണ്ട് ഈ ഉമ്മത്ത് പിഴച്ചു പോകാതിരിക്കാനുള്ള വളരെ ലളിതമായ വഴി മുത്തുനബി തങ്ങൾ പറഞ്ഞു തരികയാണ്. യഅ്തൂനകും മിനൽ ഹദീസ് ബിമാ ലം തസ്മഉ അൻതും വലാ ആബാഉകും ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അവർ അല്ലാഹുവിന്റെ റസൂൽ മുതൽക്ക് ഇന്ന് വരെ കേൾക്കാത്തത് പറയുന്നവരാണ്. എന്നിട്ട് അള്ളാന്റെ റസൂൽ എന്താ പറഞ്ഞത്? ഇയ്യാക്കും, ജാഗ്രത വേണം, വയ്യാഹും, അവരെ കരുതിക്കോളണം. ഇങ്ങനെ ഒരു ദജ്ജാൽ കദാബ് ടീം ഇവിടെ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ ഈ നാട്ടിലെ ഉലമാക്കൾ അവരുടെ ബാധ്യത നിർവഹിച്ചു. അവര് പറഞ്ഞു, ഡേഞ്ചറാണ്, അങ്ങോട്ട് പോകരുത്, ഡോഗ് ഉണ്ട്, വരരുത് എന്നൊരു വീട്ടുകാരൻ പറയുന്നത് തെറ്റാണോ? ഇതുപോലെ ദജ്ജാൽ കദാബ് വരുന്നുണ്ട്, ഇയ്യാക്കും വയ്യാഹും എന്ന് പറഞ്ഞ് ഈ ഉമ്മത്തിന്റെ നേതൃത്വമായ തങ്ങന്മാരും ഉലമാക്കളൊക്കെ ആളുകൾക്ക് മെസ്സേജ് കൊടുത്തു. അതൊരു ഭയങ്കര സംഭവമാക്കി മൗലവി പറയണേ. ഇവിടത്തെ ഉലമാക്കൾ നിർവഹിക്കേണ്ട ഡ്യൂട്ടിയാണ് ഓല് നിർവഹിച്ചത്. ഇവിടെയുള്ള തർക്കം എന്താണ് സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം. ആ തർക്കം നിങ്ങൾക്ക് മനസ്സിലാവാതിരിക്കാനാണ് പല സഹോദരങ്ങളും വോയിസ് അയച്ചുകൊണ്ട് ഇങ്ങോട്ട് വരരുതെന്ന് നിങ്ങളോട് മുടക്കിയത്. അല്ലല്ല, മനസ്സിലാക്കാതിരിക്കാനല്ല. നിങ്ങളുടെ ഈ ദജ്ജാലിയത്ത്, അള്ളാന്റെ ഹബീബ് പറഞ്ഞ കബളിപ്പിക്കലിയത്ത്, അത് തിരിച്ചറിയാൻ എല്ലാ സാധാരണക്കാർക്കും കഴിഞ്ഞോളണമെന്നില്ല. അത് മുത്തുനബി അത് കൺകൂട്ടി കണ്ടുകൊണ്ടാ പറഞ്ഞ ഇയ്യാക്കും വയ്യാവും പെട്ടുകൊണ്ട ദജ്ജാലുകളാണ്. ഒരു നന്നായി കബളിപ്പിക്കും, എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളുന്നില്ല. വയ്യാവും സൂക്ഷിക്കണം, കാരണം നന്നായി നുണ പറയും, നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല. അവർ കിതാബിന്റെ വരി കക്കുന്നത്, ആയത്ത് കോട്ടിമാട്ടുന്നതോ നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല. ഇയ്യാക്കും വയ്യാഹും, നിങ്ങളതടി ഈമാനും കാക്കണം, ഓലങ്ങൾ ശ്രദ്ധിക്കണം. ഇത് റസൂലുള്ള പഠിപ്പിച്ചതോ ഉലമാക്കൾ പഠിപ്പിച്ചതാ. എന്നിട്ട് മൗലവി പറയാണ്, ഇവിടെ ഒരു തങ്ങള് വോയിസ് ഇട്ടു. എന്താ വോയിസ് ഇട്ടത്? പരിപാടിക്ക് പോകരുത്, അങ്ങനെ പോകരുത്, ഇങ്ങനെ പോകരുത്. എന്തൊരു ബേജാറാ നിങ്ങൾക്ക് വഹാബിയാളെ പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ടാ മൂപ്പര അടുത്ത കുളൂസ്. ആളുകൾക്ക് എത്രത്തോളം രൂപത്തിലുള്ള ഭീതിയാണ്. ഈ രാമന്തളിയിൽ പരിപാടി സംഘടിപ്പിക്കുമ്പോഴേക്ക് പള്ളിയിലെ ഖത്തീബുമാർക്ക് നിർദ്ദേശങ്ങൾ പോവുകയാണ്. ചില തങ്ങന്മാരെന്ന് പറയുന്ന സുഹൃത്തുക്കൾ വോയിസുകൾ അയക്കുകയാണ്. അതുപോലെ തന്നെ പ്രത്യേകം ആളുകളുടെ അടുക്കലേക്ക് വാട്സപ്പിൽ മെസ്സേജുകൾ പോവുകയാണ്. ഇയ്യാക്കും വയ്യാഹും, അതാണ് ആ പണ്ഡിതന്മാരൊക്കെ ഉമ്മത്തിനോട് പറഞ്ഞ് കരുതിക്കോളി, ദജ്ജാലുകളാണ്, കദ്ദാബുകളാണ്, ശ്രദ്ധിച്ചോളി, ഈമാൻ പോക്കറ്റടിക്കും. അത് മുത്തുനബി പറഞ്ഞത് അങ്ങനെ തന്നെ പറഞ്ഞതാണ്. ഈ പ്രദേശത്തുള്ള ശുഹദാക്കളെ വരെ, ഈ രാജ്യത്തിന്റെ താങ്ങും തണലുമായ ശുഹദാക്കളെ കുറ്റം പറയുന്ന ആളുകളാണ് ഇവിടെ വരുന്നത്. അത് ശരിയല്ലേ? ഞാൻ തെളിയിച്ചില്ലേ? ഔലിയാക്കൾ അമ്പിയാക്കളോടൊക്കെ സഹായം തേടുന്നത് പ്രാർത്ഥനയാണ് എന്നതിന് കൊച്ചുകുട്ടികളെ നിങ്ങൾ പഠിപ്പിക്കുന്നത് ചത്ത നായിയോടും ആനയോടും തേടുന്ന പോലെയാണ്. നിങ്ങൾ നിന്ദിക്കണോല, ബഹുമാനിക്കണോല. അതുകൊണ്ട് നിങ്ങൾ അവരുടെ പരിപാടിയിൽ പോകരുത്, കേൾക്കരുത്, കേൾപ്പിക്കരുത്, പങ്കെടുക്കരുത്, വിട്ടുനിൽക്കണം. ഇങ്ങനെയുള്ള ഒരുപാട് മെസ്സേജുകൾ പോയി. നമ്മുടെ ചെലവിലല്ലാതെ, ആ സഹോദരങ്ങളുടെ ചെലവിൽ ഈ മഹാസമ്മേളനത്തിന്റെ പബ്ലിസിറ്റി എല്ലാ വീടുകളിലും എത്തി എന്നുള്ളത് സന്തോഷകരമാണ്. അങ്ങനെയുള്ള നെഗറ്റീവ് പബ്ലിസിറ്റി ഒക്കെ ചെലവില്ലാതെ കിട്ടാൻ മനുഷ്യൻ ഒരുപാട് പരിപാടിക്ക് പറ്റും. അതൊന്നും സഹോദരന്മാരെ ഊറ്റം കൊള്ളേണ്ട വിഷയമല്ല. എന്തുകൊണ്ടത് പറഞ്ഞു? ഞങ്ങളെ ആലിമീങ്ങളും തങ്ങന്മാരൊക്കെ ഈ വോയിസും മെസ്സേജൊക്കെ വിട്ടപ്പോ അശ്ലീലമായ ഒരു ആക്ഷേപം പറഞ്ഞിട്ടില്ലല്ലോ, ഹുസൈൻ സലഫിയെ പറ്റി ഒരു തെറിയും പറഞ്ഞിട്ടില്ലല്ലോ. എന്നാൽ നിങ്ങളെ അണികളുടെ സ്വഭാവം എന്താ? നിങ്ങളുടെ അണികളുടെ പരിപാടി എന്താ? ഞങ്ങളുടെ പരിപാടി നടക്കുന്നു കേട്ടപ്പോ നിങ്ങളെ ആളുകൾ ഇവിടെ നടത്തുന്ന പരിപാടി, നിങ്ങൾ വിടുന്ന വോയിസിന്റെ സ്വഭാവം എന്താ? കേട്ടോളി. കഴിഞ്ഞ റമദാനിൽ ഇതേ ടൈമിന് പടനയിൽ വെച്ചിട്ട് ഏറ്റുമുട്ടിയാണ് സരിത വഹാബ് സക്കാഫി. ഇതാണ് നമ്മള് കുടുങ്ങിയ CM വലിയുള്ളാഹിയാണ് ഓർക്കുക, വഹാബികൾ ഉത്തരം മുട്ടിയ അവിടുക്ക ഓർക്കുക. അതൊക്കെ ഓരോരുത്തർക്ക് പറ്റിയതല്ലേ പിടിച്ചാൻ പറ്റുള്ളൂ. എവിടുന്ന് കിട്ടിയടോ നിങ്ങൾക്ക് ഈ സംസ്കാരം? ഞങ്ങളെ വോയിസ് മാന്യമാണ്, നിങ്ങളുടെ അണികൾ വിടുന്നത് വൃത്തികേടുകളാണ്. എവിടുന്ന് കിട്ടി? ഏത് തൗഹീദായത്? ഏത് ഇസ്ലാമായത്? ഒരു പരിപാടിയിൽ ഇല്ല
ഇല്ലാത്ത കള്ളത്തരം 1 മിനിറ്റ് 2 സെക്കൻഡ് പ്രശ്നം, പിന്നെ ജിന്ന് ഉരുവിടാൻ ജിന്നെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറയാന്നെങ്കിൽ നമ്മൾ ഇതാണ് 1 സെക്കൻഡ് 2 സെക്കൻഡ്. ഇതാണ് ഇപ്പൊ വില പ്രശ്നം. എന്റെ വഹാബികളെ, പുരോഹിതന്മാരെ വിളിച്ച് ചോദിക്കേ, 16 സെക്കൻഡ് എന്റെ ക്ലിപ്പിട്ട് ഞാൻ പറയാത്ത എനിക്കില്ലാത്ത ആശയം അതിൽ അടർത്തിയെടുത്ത് പ്രചരിപ്പിച്ചു മറുപടി പറഞ്ഞതേ, ഞങ്ങളെപ്പോലെ ഇങ്ങനെ ക്ലിപ്പ് മുറിച്ചിക്കണെന്ന് കരഞ്ഞക്കല്ല. ഞാനത് മുറിച്ചതും മുറിച്ചാത്തതും ആശയം മാറിയതും മാറ്റാത്തതും അറഫ് മറുപടി പറഞ്ഞിക്കണേ. സെക്കൻഡ് മുറിച്ച് ഇറങ്ങാണ്ട് വെറുതെ മുൻവിധിയായിട്ട് നിൽക്കല്ല. എന്താ മുറിച്ചതെന്ന് പുരോഹിതന്മാരോട് ചോദിക്കും, മറുപടി വെക്കും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഒരു കാര്യം ഹക്കായിട്ട് പറയാം, സത്യമായിട്ട് പറയാം. അതാണ് ഈ ഹക്കായിട്ട് പറയുന്നത് ബോധ്യപ്പെടണമെങ്കിൽ നിങ്ങളെ തലച്ചോറ് പുരോഹിതന്മാരെ അമ്മിന്റെ ചോട്ടിൽ നിന്ന് വലിച്ചു, എന്നിട്ട് ആ മുൻവിധി ഒഴിവാക്കി കേക്കി. അപ്പൊ നിങ്ങൾക്ക് സത്യമാണോ അസത്യാണോ എന്ന് പറയണത് മനസ്സിലാവും. വഹാബികളെ, ഞങ്ങളെ വോയിസുകളിൽ ഇങ്ങനെയുണ്ടോ? നിങ്ങളുടെ ശൈലി എന്താണ്? നിങ്ങളുടെ സംസ്കാരം എന്താണ്? ഇതല്ലേ നിങ്ങളുടെ പരിപാടി? ഇനിയോ അപ്പൊ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇവിടെയുള്ള തങ്ങൾ വിട്ട വോയിസ്, ഇവിടെയുള്ള കാരണന്മാർ പറഞ്ഞ വോയിസ്, ഇവിടെയുള്ള എല്ലാ മുസ്ലിമീങ്ങളോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, ലോകത്തുള്ള മുസ്ലിമീങ്ങളോട് പറയാനുള്ളത്, ഒരു വഹാബിയുടെയും പ്രസംഗം കേൾക്കേണ്ടതില്ല. തെരുവിൽ വന്ന് പ്രസംഗിക്കുന്നതും കേൾക്കണ്ട. സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലുമൊക്കെ തംബ്ലൈൻ കൊടുത്ത് പടുജാഹിലുകളെ യൂട്യൂബർമാരുണ്ട് ചിലര്, എല്ലാരും അല്ല, കുറെ ആളുകൾ വേറുണ്ട്. അങ്ങനെയല്ല, നമ്മൾ ഈ യൂട്യൂബ് കാണിയിൽ എല്ലാത്തിലും പോയി തോണ്ടുന്ന പരിപാടി നിർത്തണം. അതൊരിക്കലും ചെയ്യരുത്. തെരുവിൽ മൈക്ക് കെട്ടുന്ന പോലെ മുഴുവൻ കേൾക്കരുത്. ഇതാണ് ഞങ്ങളെ നിലപാട്. തെളിവെന്താ? യകൂനു ഫീ ആഖിരി സമാനി ദജ്ജാലൂന കദ്ദാബൂൻ ഇയ്യാകും വഇയ്യാഹും ശഫീഉനാ റസൂലുള്ളാഹി. ഇപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, ഒരു വഹാബി പുരോഹിതൻ വല്ലാതെ വെല്ലുവിളിക്കാൻ, എന്നിട്ട് കുഞ്ഞാടുകൾ അത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കറക്കുക. ശിഹാബ് മൗലവി എന്ന മൗലവി വെല്ലുവിളിക്കാണ്, നിങ്ങൾ മുജാഹിദുകളെ, നിങ്ങൾ എല്ലാവരുടെ പരിപാടിയും പോയി കേൾക്കണം. ഇവനും ഡയലോഗ് അടിച്ചിട്ടുണ്ട്, ഞങ്ങൾ കുട്ടികളും മക്കളൊക്കെ ഇവിടെ ഉണ്ടാവും, നിങ്ങൾ ഈ മുന്നിൽ വന്ന് കുത്തിരിക്കുന്ന പറഞ്ഞിട്ട് ആരും കാണാനല്ല. ഇതിലാരെങ്കിലും വഹാബികളുണ്ടാവും? ആരെങ്കിലും കേൾക്കാൻ വന്ന വഹാബികളുണ്ടാവും? ഉണ്ടെങ്കിൽ ഒന്ന് കയ്യൊന്തിക്ക്. ഒന്നിനുമല്ല, നിങ്ങളോട് നമുക്ക് സന്തോഷമുള്ളൂ. അപ്പോ സഹോദരന്മാരെ, ഇതാണ് കഥ. കുളൂസ എത്രത്തോളം നേരങ്ങൾ ഇപ്പൊ ഈ ലൈവ് നടക്കുന്നുണ്ടാവും. ആ ലൈവിന്റെ അടിയിൽ വന്നിട്ട് പച്ച തെറി പറഞ്ഞു പോകും ഈ വോയിസ് ഇട്ടവനെ പോലത്തുള്ള കുറെ കുഞ്ഞാടുകൾ. ഈ പറഞ്ഞു ചിലപ്പോൾ ഫേസ്ബുക്കിൽ തെറി അറിയുണ്ടാവും, അല്ലെങ്കിൽ വേറെ ഇടയിൽ സോഷ്യൽ മീഡിയയിൽ തോന്നിയ സംഭറിയുണ്ടാവും. എന്നാൽ കുളൂസിലൊട്ടും മോശമല്ല, ഞാനും കെട്ടിയോളും കുട്ടികളൊക്കെ ഇവിടെ ഉണ്ടാവുന്ന ഡയലോഗ് അടിക്കാൻ. എന്നാൽ ഈ ലൈവിലൊക്കെ വന്ന് തെറി പറഞ്ഞു പോകുമ്പോ, തെറി പറയാൻ വരുമ്പോഴെങ്കിലും നമ്മൾ പറയുന്ന അരമണിക്കൂർ കേൾക്കണ്ടേ? കേൾക്കൂല. പക്ഷെ മൗലവിമാരെ നെകളിപ്പേ നിങ്ങൾ എല്ലാവരും പോയി കേൾക്കണം. എന്നാ സുന്നിയാക്ക് ഇങ്ങനെ പറയാൻ ധൈര്യം ഉണ്ടോ എന്നൊക്കെയാണ് മൂപ്പരെ കിടിലൻ വെല്ലുവിളി. ഞാൻ ഇവിടുത്തെ വടുപഞ്ചാലിലെ മുജാഹിദുകളോട് പറയാ, ഇവിടുത്തെ സെക്രട്ടറിയാകട്ടെ അല്ല വേറെ ഏതെങ്കിലും ഉസ്താദുമാരാകട്ടെ, പ്രസംഗിക്കുന്നത് മുഴുവനും നിങ്ങൾ കേട്ടോളൂ. അങ്ങനെ കേട്ടുകണെങ്കിൽ ഒറ്റ മുജാഹിദ് പരലോകത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളെ പിന്നിൽ പിന്നെ ഉണ്ടാവില്ല. 1930 അള്ളാഹ് ആകാശത്താന്ന് പറഞ്ഞ ഇസ്ലാം എന്ന് പുറത്തുപോകും നിങ്ങളെ പൂർവിക പുരോഹിതൻ. ഇപ്പത്തെ മുജാഹിദുകൾ അള്ളാഹ് ആകാശത്താന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ആ കാഫിറാകാന്ന് പുരോഹിതരെ. ഇത് രണ്ടും വിഴുങ്ങണമെങ്കിൽ തലയിൽ തേങ്ങാ ചകിരെങ്കിലും ഇല്ലാക്കണ്ടേ മുജാഹിദുകളെ? നിങ്ങൾ കേൾക്കേ, ഞങ്ങളെ പ്രസംഗം കേട്ടിട്ടും നിങ്ങളെ കൂടെ പോലെ നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്നിരിക്ക പരലോകത്ത് വിശ്വാസമല്ല, അല്ലെങ്കിൽ പൂങ്കാവനം കുഞ്ഞാപ്പിന്റെ മാതിരി കിടിനി തലയിൽ പോലും വർക്ക് ചെയ്യണില്ല. ഈ രണ്ടാലൊരു ഓപ്ഷൻ നിങ്ങളെ കാര്യത്തിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. സൈഡിൽ വന്നിരുന്ന് ശരിക്കും ശ്രദ്ധിച്ചു കേട്ടോളൂ. അപ്പൊ നിങ്ങൾ കൂടുതൽ നല്ല മുജാഹിദാവും. ഒരു പേടി ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് പേടിയാ. ആ പേടി ഞങ്ങളെ പഠിപ്പിച്ചത് മുഹമ്മദുർ റസൂലുള്ളാഹി. യകൂനു ഫീ ആഖിരി സമാനി ദജ്ജാലൂന കദ്ദാബൂൻ. കളവ് പറയുന്നവരും കബളിപ്പിക്കലുമാണവർ. ഇയ്യാക്കും വയ്യാകും പേടിച്ചണട്ടോ. ഇത് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചതാ. അത് ഉമ്മത്തിനെ പഠിപ്പിക്കേണ്ട ബാധ്യത ഉണ്ട് തങ്ങന്മാർക്ക്, ഇമാമുകൾക്ക്, മുഅല്ലിമീങ്ങൾക്ക്, ഉസ്താദുമാർക്ക്. ഏതെങ്കിലും ഒരു സക്കാഫിന്റെ 2 മണിക്കൂർ പ്രസംഗം കേട്ടാ ഒലിച്ചു പോകുമെന്ന് വിചാരിക്കുന്നതല്ല ഇസ്ലാമിന്റെ ആദർശം. എങ്കിൽ നിങ്ങളെ മുജാഹിദ് വിശ്വാസം ഞങ്ങളെ പ്രസംഗം കേട്ടിട്ട് ഒലിച്ചു പോണില്ലെങ്കിൽ ഓന് പരലോകത്ത് വിശ്വാസമല്ല എന്നതിന്റെ അർത്ഥം. ഫൈസൽ മൗലവി പച്ചക്ക് പ്രസംഗിക്കാണ്, അള്ളാഹ് ആകാശത്ത് ഇരിക്കാന്ന് പറയാൻ പാടില്ല. വെളിയങ്കോട് ഉമർ മൗലവി എഴുതി വെക്കാണ്, അള്ളാഹ് ആകാശത്ത് ഇരിക്കാന്നാ പറയേണ്ടത്, ഇരിക്കണില്ല എന്ന് പറയാൻ പാടില്ല. പൊന്നാര ചങ്ങാതിമാരെ, ഇത് രണ്ടും വിഴുങ്ങിയിട്ട് എങ്ങനെയാ പരലോകത്ത് വിശ്വാസമുള്ള ഒരാൾ നിങ്ങളെ മുജാഹിദാകുക? ഒന്നിരിക്ക പ്രസംഗം കേൾക്കണില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ തലയിൽ പോലും കിഡ്നി വർക്ക് ചെയ്യണില്ല. ഇതാണ് പ്രശ്നം. ധൈര്യമായിട്ട് കേട്ടോളൂ. എന്നാ നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ആ മുജാഹിദുകളുടെ പ്രസംഗം വടുവഞ്ചാലിൽ ഉണ്ട്, ഇന്ന ഡേറ്റിന് എല്ലാരും പോയി കേട്ടോളൂ. നിങ്ങളെ ഖത്തീബും നിങ്ങളെ ഉസ്താദും നിങ്ങളെ പണ്ഡിതന്മാരും ഒന്ന് പറയട്ടെ. പറയില്ലേ?
അത് പറയില്ല. ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുകൊണ്ട്, രണ്ട് നിങ്ങൾ ആരാന്ന് ഞങ്ങൾക്ക് മനസ്സിലായതുകൊണ്ട്. എന്ന മൗലവി കുളൂസൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ് നിങ്ങള്? മൗലവി മുജാഹിദിലെ പുരോഹിതന്മാരുടെ നിലപാട് എന്താന്ന് പോലും ഇതിൽ പഠിച്ചിട്ടില്ല. ശിഹാബ് എടക്കര മൗലവിയുടെ ഈ വെല്ലുവിളിക്ക് നമ്മൾ മറുപടി അറിയണില്ല. വേറൊരു മുജാഹിദ് മൗലവി മറുപടി പറയാണ്, താജുദ്ദീൻ സ്വലാഹി. അയാൾ എന്താ പറയുന്നത്? ഈ സോഷ്യൽ മീഡിയ കൂടെ വരുന്നതൊക്കെ ഒന്നും കേൾക്കരുതേ, അങ്ങനെ കേട്ടാൽ വീക്ഷണ വ്യത്യാസം ഉണ്ടാവും, യുക്തിവാദി വരെ ആകും, അതുകൊണ്ട് കാണുന്നത് മുഴുവൻ കേൾക്കരുത്. പിന്നെ ആരാ കേൾക്കണ്ടേ? അതിലെ നെല്ലും പതിരും വേർതിരിക്കാൻ കഴിയണോല് കേൾക്കണം. കണ്ടില്ലെങ്കിൽ ഞാൻ കേട്ടിട്ട് ഈ ക്ലിപ്പൊക്കെ മുറിച്ചത്. ആ നെല്ലും പതിരും വേർതിരിച്ചാൻ കഴിയണോല് കേൾക്കണം, എന്നിട്ട് ജനങ്ങൾക്ക് വേർതിരിച്ചു കൊടുക്കണം. അല്ലാതെ എല്ലാരും പോയി കേൾക്കരുത്. കേൾക്കണം എന്ന് പറയുന്ന സുന്നത്തിയമായിട്ടൊന്നുമില്ല. ആര് പറയാ? ശിഹാബ് എടക്കരന്റെ ഇടത്തെ ഭാഗത്ത് ഒരു കരി നഖം വെച്ച് പൂട്ടാൻ പറ്റിയ മറ്റൊരു മൗലവി താജുദ്ദീൻ സ്വലാഹി. വലിയ വീക്ഷണ മാറ്റങ്ങൾ ഉണ്ടാകും. വലിയ വീക്ഷണം ഒന്ന് ആശയത്തിൽ തന്നെ ചിലപ്പോൾ പേക്കും. അതാണ് കണ്ടങ്ങള്. നെല്ലും പതിരും വേറിരിക്കാൻ കഴിയാത്തവൻ പാമ്പാട്ടി ബസ് സ്റ്റാൻഡിലിരുന്ന് നല്ല മൂർഖനെ കളിപ്പിക്കും. അത് കണ്ടിട്ട് ഒരാൾ പെരയിൽ വന്ന് കോഴിക്കോട്ടിൽ കണ്ട മൂർഖനെ പിടിച്ച് കളിപ്പിക്കാൻ നിന്ന വേഷേൽക്കും. മനസ്സിലായില്ലേ? അതാ വ്യത്യാസം. ഏതൊരു ടീച്ചറെ ഒരു മാഷക്കർ പ്രസംഗം കേട്ടു. അങ്ങനെ നമുക്ക് റേഡിയോയിലൊക്കെ ഒരു സീസണിൽ കോണ്ടിന്യൂസ് ആയിട്ട് മെസ്സേജ് വന്നിരുന്നു. ഏറ്റവും സജീവനായ ഒരു പ്രവർത്തകന്റെ ഭാര്യയാണ് ഞാൻ. മൂപ്പര് അടുത്ത് ഞാനൊരു മുനാഫിക്കായിട്ടാണ് ഇപ്പോൾ ഉറങ്ങണത്. ഒരു ടീച്ചറെ സ്പീച്ച്, അവിടെ ആ ജാതി സ്പീച്ച് ഒന്നും കേൾക്കാൻ നമ്മൾ പോകണ്ട. അതാണ് കറക്റ്റ്. ഇയാൾ എന്താ പറഞ്ഞ് അതേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ അർദ്ധയുക്തിവാദികളും മറ്റത് പൂർണ്ണ യുക്തിവാദികളുമാണ്. അർദ്ധയുക്തിവാദത്തിൽ കൂടെയാണ് ഈ ബസ് സ്റ്റോപ്പിൽ നിന്നാണ് അപ്പുറത്തേക്ക് എത്തുക. അതുകൊണ്ട് ആ ബസ് സ്റ്റാൻഡിൽ തന്നെ പോണ്ട, എന്നാലല്ലേ ബസ് കയറുള്ളൂ. ഇനി മൂപ്പര് പറയണം അങ്ങനെ കാണുന്നത് മുഴുവൻ കേൾക്കണം എന്നുള്ള സുന്നത്തിയമായിട്ടൊന്നുമില്ല. ശിഹാബ് മൗലവിന്റെ വെല്ലുവിളിക്ക് താജുദ്ദീൻ മൗലവിന്റെ മറുപടി, എല്ലാം കേൾക്കണ്ടേ, എല്ലാം അങ്ങനൊന്നുമില്ല. ഇല്ലേ? ഇയാൾക്ക് വല്ല കഥയുണ്ടോ വെല്ലുവിളിച്ച മൗലവിക്ക്? ഈ താജുദ്ദീൻ സ്വലാഹിന്റെ കഥയെങ്കിലും മൂപ്പർക്ക് വേണ്ട. മുഖ് മാഫി കൊണ്ടാണ് ആ വെല്ലുവിളി. ഈ കുഞ്ഞാടുകളെങ്കിലും താജുദ്ദീൻ സ്വലാഹിന്റെ പ്രസംഗം ഒരിക്കൽ കേട്ടൊക്കെയാണെങ്കിൽ അയാളെ വെല്ലുവിളിയും താങ്ങി സോഷ്യൽ മീഡിയ കൂടെ ആറാടോ? ഒന്നും വിവരല്ല. നമുക്ക് വേർതിരിച്ചെടുക്കാൻ കഴിയാത്തൊരു സാധനം കേട്ട് നമ്മൾ വസുവാസാകേണ്ട ഒരു കാര്യമല്ല. കറക്റ്റ്. അത്രേ പടുള്ള തങ്ങൾ പറഞ്ഞിട്ടുള്ളൂ, അത്രേ പടുള്ള ഇമാമിങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. നെല്ലും പതിരും വേർതിരിച്ചറിയാൻ കഴിയുന്നവർ അത് കേൾക്കും. അവർ വന്ന് നിങ്ങൾക്ക് അതിന്റെ വിശദീകരണം പറഞ്ഞു തരും. അല്ലാത്തവർ അത് കേൾക്കണ്ട. പാമ്പാട്ടി മൂർഖനെ കളിപ്പിക്കുന്നത് കണ്ട് അതിന് കഴിയാത്ത ആള് മൂർഖനെ കളിപ്പിക്കണ്ട. ബിദ്അത്ത് ഏറ്റുപോകുന്നതാണ്. അതുകൊണ്ടാണ് മുത്തായ നബിതങ്ങൾ പറഞ്ഞത് ഇയ്യാക്കും വയ്യാഹും. അങ്ങനെ അഹ്ലുസുന്ന പറഞ്ഞിട്ടില്ല. ഇല്ലേ? അതല്ലേ ഞങ്ങളെ തങ്ങന്മാര് പറയാൻ, അതല്ലേ ഞങ്ങളെ ഇമാമിങ്ങൾ പറയാൻ. നിങ്ങളാവുമ്പോ ഒലക്കെ കടത്തിയേക്കുക, ഞങ്ങളാവുമ്പോ ഒലക്കെ നീർത്തിവെച്ച് നെല്ല് മൂടണം എന്ന് പറയുന്നത് ഇതൊരു വെള്ളരിക്കപ്പട്ടണം അല്ലല്ലോ മുജാഹിദേ. അപ്പൊ ഇതൊക്കെയാണ് അഹ്ലുസുന്ന ഞങ്ങൾ ആലിമീങ്ങൾ ചെയ്തത്. നിങ്ങളെ വെല്ലുവിളി വെറും കുളൂസാ. കേൾക്കണ്ടോല് കേട്ട് അവർ മറുപടി കൊടുത്തോളൂ. കറക്റ്റ്. അതാണ് ഈ പറയുന്നത്. കേൾക്കേണ്ടവർ കേട്ട് മറുപടി തരാണ്. ഇത് തരും. നിങ്ങളത് കേട്ടാൽ നിങ്ങൾക്ക് നെല്ലും പതിരും വേറിച്ചാൻ പോകില്ല. കുഞ്ഞാടുകൾക്ക് ബല് കൊടുക്കണ മെസ്സേജ് ഉണ്ടെങ്കിൽ കേൾക്കണ കാണുന്ന മുഴുവൻ കേൾക്കരുത്. എന്നാൽ അങ്ങാടിയിൽ മൈക്കട്ടി പറയുന്നത് എന്താ? കേൾക്കണം. ഇതെന്തിനാ നിങ്ങള് അങ്ങാടിയിൽ വന്ന് വലിയ വായിൽ കേൾക്കണം എന്ന് പറയാ, എന്നിട്ട് ഓഡിറ്റോറിയത്തിലും ജുമാ ഖുത്ബ പ്രസംഗത്തിലും വന്നിട്ട് കേൾക്കരുത് എന്ന് പറയാ, എന്നിട്ട് നമ്മൾ അതിൽ കൊണ്ടുപോയി തളച്ചിടുക. ഇതാണ് ഇവർ ചെയ്യുന്ന ചതി എന്ന് പറയുന്നത്. അതുകൊണ്ടൊരിക്കലും നമ്മൾ നെല്ലും പതിരും വേർതിരിച്ചറിയാൻ കഴിയാത്തത്. കബളിപ്പിക്കലുകാരാണവർ, കള്ളം പറയുന്നവരാണവർ. ഒരു സാധാരണ മുസ്ലിമിനത് തിരിച്ചറിയാൻ കഴിയില്ല. അതുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യകൂനു ഫീ ആഖിരി സമാനി ദജ്ജാലൂന കദ്ദാബൂൻ യഅതൂനകും മിനൽ ഹദീസ് ബിമാ ലം തസ്മഉ അൻതും വലാ ആബാഉകും. മുത്തുനബി എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു അടയാളം പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ ആ അടയാളത്തിൽ നിൽക്കുക. ഇയ്യാക്കും ശ്രദ്ധിച്ചോളിയും വയ്യാകും ഓലത്തേക്ക് പോണ്ട. ഇതാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതാണ് ഞങ്ങൾ ആലിമീങ്ങൾ പഠിപ്പിച്ചത്.